ഗ്ലോറി ബി ടു ഗോഡ്. അതേ പ്രിയ ദൈവമക്കളെ, യുദ്ധവീരനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ജനമായ, ദൈവത്തിൻ്റെ പ്രിയ മക്കളായ നാം ഓരോരുത്തരും യഥാർത്ഥമായ ആത്മീയരായ വ്യക്തികൾ നിശ്ചയമായും ഒരു ആത്മീയ യുദ്ധക്കളത്തിലാകുന്നു നിൽക്കുന്നത്. ഒരു സ്പിരിച്വൽ ബാറ്റിൽ എപ്പോഴും നമുക്കുണ്ട്, ഒരു ആത്മീയ പോരാട്ടം നമുക്കുണ്ട്. എന്നാൽ ജയാളിയായ യേശു കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നിശ്ചയമായി നാമും ജയിക്കുക തന്നെ ചെയ്യും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയം ചിന്തിക്കാധാരമായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം നമുക്ക് വായിക്കാം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അതേ പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം വായിക്കുന്ന ഒരു വാക്കുണ്ട്, യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ആരാണ്? മഹാസർപ്പം, ദുഷ്ടനായ സാത്താൻ. ആരോടാണ് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടത്? ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട്. പ്രിയ ദൈവമക്കളെ, എപ്പോഴും എക്കാലത്തും ഒരു ശേഷിപ്പുണ്ടായിരിക്കും. സ്തോത്രം. ഏലിയാവിൻ്റെ കാലത്തും ഒരു ശേഷിപ്പുണ്ടായിരുന്നു. സ്തോത്രം. അന്നും ഇന്നും എന്നും ഒരു ശേഷിപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എത്ര വെട്ടിയാലും ഒരു കുറ്റിയായി ശേഷിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ആ ശേഷിപ്പിനെയാണ് സാത്താൻ ടാർഗറ്റ് ചെയ്യുന്നത്. സ്തോത്രം. അതെ, അപ്പോസ്തലനായ പൗലോസും തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മാൽ ആവത് നാം ദൈവകൽപ്പന പ്രമാണിക്കുന്നവരല്ലേ, യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരായി നാം ജീവിക്കുന്നവരല്ലേ, കർത്താവിനെ സത്യത്തിൻ്റെ ആത്മാവിലും ആരാധിക്കുന്നവരല്ലേ, എന്തുകൊണ്ട് നമുക്ക് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, പോരാട്ടങ്ങൾ തീരുന്നില്ല? ഈ ആത്മീയ യുദ്ധക്കളത്തിൽ നമുക്കൊരു അവസാനമില്ലേ? ആമേൻ. ഈ യുദ്ധമൊന്നും അവസാനിക്കില്ലേ? ആമേൻ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, യഥാർത്ഥമായി ദൈവകൽപ്പന പ്രമാണിക്കുന്നവരോടും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരോടും മാത്രമാണ് ആമേൻ സാത്താൻ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം ഒരു ആത്മീയ യുദ്ധകളത്തിലാണ്. എന്നാൽ നിശ്ചയമായി മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച, കാൽവരി ക്രൂശിൽ സാത്താൻ്റെ തലയെ തകർത്ത യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ശക്തികളെ, പാപത്തിൻ്റെ ശക്തികളെ, മോഹത്തിൻ്റെ ശക്തികളെ, ലോകത്തിൻ്റെ ശക്തികളെ, സാത്താൻ്റെ ശക്തികളെ ജയിക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം നൽകിയിരിക്കുമ്പോൾ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നാം പോരാടുമ്പോൾ, അതേ അമേ സ്തോത്രം, സ്തോത്രം, അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും, അമേ സ്തോത്രം, വിശ്വാസം എന്ന പരിചയമെടുത്തും ദൈവവചനം എന്ന വാളെടുത്തും, ആമേ സ്തോത്രം, സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ചും നാം ഈ നാളുകളിൽ ആമേ സ്തോത്രം നല്ല യുദ്ധസേവകരായി നാം നിൽക്കുമ്പോൾ, ക്രിസ്തയേശുവിൻ്റെ നല്ല ഭടനായി നാം നിൽക്കുമ്പോൾ നിശ്ചയമായി ജയം നമുക്ക് ഉറപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ ദൈവത്തിൻ്റെ സഭയായ നമ്മെ ജയിക്കുകയില്ല എന്ന് യേശു കർത്താവും പറഞ്ഞിട്ടുണ്ടല്ലോ. സ്തോത്രം. ഈ നാളുകളിൽ എപ്പോഴും നമുക്ക് ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, നാം ഒരു യുദ്ധകളത്തിലാണ്. സ്തോത്രം. അതെ, എല്ലാവർക്കും പോരാട്ടമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളില്ല, എല്ലാവർക്കും പ്രതിസന്ധികളില്ല, എല്ലാവർക്കും യുദ്ധങ്ങളില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എത്ര പ്രതിസന്ധികൾ ഉയർന്നാലും, എത്ര പ്രതികൂലങ്ങൾ ഉയർന്നാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ആമേൻ. ഈ നാളുകളിൽ ആമേൻ ഇനിയും നമുക്ക് ദൈവകൽപ്പനകളെ പ്രമാണിക്കാം. ഇനിയും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരായി, യേശുവിൻ്റെ നാമത്തെ ഉയർത്തി ആമേൻ മാതൃകയുള്ളവരായി നമുക്ക് ജീവിക്കാം. നിശ്ചയമായി കർത്താവിൻ്റെ കരം
നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ദുഷ്ടൻ നമ്മെ ജയിക്കുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുമെന്ന് സദൃശ്യവാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്ന വചനം പോലെ അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഏത് യുദ്ധക്കളത്തിലും നാം ആമേൻ സ്തോത്രം വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. ഈ നാളുകളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നല്ല പോർപൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് നമുക്ക് ജയം നൽകും. ആത്മീയമായും ആമേൻ സ്തോത്രം ഈ നാളുകളിൽ ആമേൻ സ്തോത്രം നമ്മെ ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും ഹവ്വയെ സർപ്പമുത ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മെയും ശത്രുവായ സാത്താൻ തന്ത്രപരമായി ചതിക്കാതിരിപ്പാൻ ഈ നാളുകൾ ദൈവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ആത്മീയ യുദ്ധകളത്തിൽ ആമേൻ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ച് ജയാളികളായി നമുക്ക് മുന്നേറാം. ഈ വചനത്തിൽ കർത്താവ് നമ്മെ ഏവരെയും